ഡ്രൈ സ്കിന്നുകാർ എപ്പോഴും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. എപ്പോഴും ഏത് സീസണിലാണെങ്കിലും ഏത് ക്ലൈമറ്റിലാണെങ്കിലും എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടിരിക്കും. ഭയങ്കര ഇറിറ്റേഷൻ ആണത്. ഭയങ്കര ഏത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ എത്ര മോയ്സ്ചറൈസർ യൂസ് ചെയ്താലും യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും ഡ്രൈ ആവും. ഹായ് ആൾ, ഇനി ഞാൻ പറയാൻ പോകുന്നത് ഡ്രൈ സ്കിന്നിന് പറ്റിയ 3 അടിപൊളി മോയ്സ്ചറൈസേഴ്സിനെ കുറിച്ചാണ്. അത് വേറൊന്നുമല്ല, ഒന്ന് ബയോഡെർമ മോയ്സ്ചറൈസർ, പിന്നെ ഡോട്ട് ആൻഡ് കീയുടെ സെറമൈഡ് ബെറിയർ റിപ്പയർ മോയ്സ്ചറൈസർ, പിന്നെ ന്യൂട്രിഡേമിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ന്യൂട്രിഡേമിന്റെ മോയ്സ്ചറൈസിംഗ് ലോഷൻ. ഡ്രൈ സ്കിന്നുകാർ എപ്പോഴും ഫേസ് ചെയ്യുന്ന പ്രശ്നമാണ്. സ്കിൻ ഡ്രൈ ആൻഡ് പാച്ചി ആയിട്ടിരിക്കുന്ന ഏത് സീസണിലാണെങ്കിലും ഏത് ക്ലൈമറ്റിലാണെങ്കിലും എപ്പോഴും നല്ല ഡ്രൈ ആയിട്ടിരിക്കും. ഭയങ്കര ഇറിറ്റേഷൻ ആണത്. ഭയങ്കര ഇറിറ്റേറ്റിംഗ് ഫീലിംഗ് ആണത്. പിന്നെ ഏത് മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന പറഞ്ഞാൽ എത്ര യൂസ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെയും ഡ്രൈ ആവും. ആദ്യം തന്നെ ഞാൻ ബയോഡേം എത്തോഡേം മോയ്സ്ചറൈസറിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് എല്ലാവർക്കും അറിയാലോ, ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന മോയ്സ്ചറൈസറാണ്. അതിന് മുമ്പേ കുറേ നാൾ മുമ്പ് ഒരു 3-4 വർഷം മുമ്പേ എൻ്റെ കുഞ്ഞിന് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒരുപാട് ഡ്രൈ ആൻഡ് സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടർ സജസ്റ്റ് ചെയ്ത മോയ്സ്ചറൈസർ, എൻ്റെ കുഞ്ഞിന് വേണ്ടി സജസ്റ്റ് ചെയ്ത മോയ്സ്ചറൈസറാണ് ബയോഡെർമ. പിന്നെ അതുകൂടാതെ ഞാൻ എൻ്റെ കൈയും കാലൊക്കെ ഡ്രൈ സ്കിന്നാണ്, ഫേസ് മാത്രം കോമ്പിനേഷൻ സ്കിൻ. അപ്പോൾ കൈക്കൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന അടിപൊളി ഒരു മോയ്സ്ചറൈസറാണ് ബയോഡെർമ. പിന്നെ ആദ്യം തന്നെ ഞാൻ എൻ്റെ ടെക്സ്ചറിനെ കുറിച്ച് പറയാം. ഇത് വെരി വെരി ഡ്രൈ സ്കിന്നിന് മാത്രം പറ്റിയൊരു മോയ്സ്ചറൈസറാണ്. ആക്ച്വലി ഈ ബയോഡെർമ ഇത് 500 ml ആണ്. ഈ ട്യൂബ് 500 ml ആണ്. ഇതിൻ്റെ ചെറിയൊരു ട്യൂബ് വരുന്നുണ്ട്, 200 ml ആണ്. അത് 600 സംതിങ്ങേ വരുന്നുള്ളൂ. ഇത് 1000 സംതിങ് വരും. അതാണ് കുറച്ചുകൂടെ അഫോർഡബിൾ. ഇതാണ് ഇതിൻ്റെ ടെക്സ്ചർ. ഇതാണ് ഈ ബയോഡെർമ മോയ്സ്ചറൈസറിൻ്റെ ടെക്സ്ചർ. നല്ല തിക്ക് ആൻഡ് ക്രീമി, ഭയങ്കര വെരി വെരി തിക്ക് ആൻഡ് ക്രീമി ടെക്സ്ചറാണ്. പിന്നെ ഇത് ചിലപ്പോൾ ചില സീസൺസിലൊക്കെ ഡ്രൈ സ്കിൻ ആണെന്ന് പറഞ്ഞാലും ഡ്രൈ സ്കിൻ ആക്ച്വലി ഹെവി ആൻഡ് നല്ല തിക്ക് ടെക്സ്ചറുള്ള മോയ്സ്ചറൈസേഴ്സ് ആണ് യൂസ് ചെയ്യേണ്ടത്. ബട്ട് എത്ര ഇതാണെന്ന് പറഞ്ഞാലും സമ്മർ സീസൺ ആകുമ്പോൾ കുറച്ച് തിക്ക് മോയ്സ്ചറൈസേഴ്സ് ഒക്കെ കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ ബയോഡെർമയുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ഇച്ചിരി ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ കുറച്ച് ഗ്രീസി ആയിട്ടൊന്ന് ഫീൽ ചെയ്യും. ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഈ വീഡിയോ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ആക്ച്വലി ഞാൻ ഈ ബയോഡെർമ മോയ്സ്ചറൈസർ ഇതുവരെ എൻ്റെ ഫേസിൽ യൂസ് ചെയ്തിട്ടില്ല. ബിക്കോസ് എൻ്റെ കോമ്പിനേഷൻ സ്കിന്നാണ്. ബിക്കോസ് ഇത് കുറച്ച് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ച് ഗ്രീസിയാണ്. ഒരുപാട് ഗ്രീസിയാണല്ലോ, ഇച്ചിരി ഗ്രീസിയാണ്. ചിലവർക്ക് അതൊരു ഇറിറ്റേഷൻ ആയിട്ട് ഫീൽ ചെയ്യും. ചിലപ്പോൾ പിന്നെ ഹെവിനെസ്സും ഉണ്ട്. ബിക്കോസ് കുറച്ച് തിക്കായിട്ട് കുറച്ച് ഹെവിനെസ്സും ഫീൽ ചെയ്യും. ബട്ട് ഡ്രൈ സ്കിന്നുകാർക്ക്, വെരി ഡ്രൈ സ്കിന്നുകാർക്ക് ഒരു പ്രശ്നമില്ല. ബട്ട് സെൻസിറ്റീവ് സ്കിന്നുകാരും ബാക്കി ഒരു സ്കിൻ ടൈപ്പും ഇത് യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇത് ഡ്രൈ ടു നോർമൽ സ്കിന്നിന് ബെസ്റ്റ് ആണ് ബയോഡെർമ മോയ്സ്ചറൈസർ. ഇതാണ് എൻ്റെ ടെക്സ്ചർ. എനിക്ക് എൻ്റെ കൈക്കും കാലിനൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരുപാട് നല്ല ഡ്രൈനെസ് ഒക്കെ പോയി ഡ്രൈയും പാച്ചിയും പിന്നെ ഇച്ചിങ് വരെ സൂത്ത് ചെയ്യുന്ന ഒരു അടിപൊളി മോയ്സ്ചറൈസറാണ് ബയോഡെർമ. ബട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ വെരി ഡ്രൈ സ്കിന്നും നോർമൽ സ്കിന്നും മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ്. ഇച്ചിരി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇച്ചിരി ഗ്രീസി ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത് അല്ലേ. ഇനി അടുത്തായിട്ട് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ന്യൂട്രിഡേമിന്റെ മോയ്സ്ചറൈസിംഗ് ലോഷനാണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ ഇ ഉണ്ട്. അടിപൊളി മോയ്സ്ചറൈസറാണ്. സ്മെല്ലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ഒരു ബേബി ക്രീമിൻ്റെ ഒക്കെ സ്മെല്ല, ഒരുപാട് സൂത്തിങ് ആണ്. എനിക്ക് ആക്ച്വലി എൻ്റെ ഫേസിൽ വർക്ക് ചെയ്തതാണ്. ബിക്കോസ് എനിക്ക് കുറച്ച് എന്താ പറയുക ബ്രേക്ക്ഔട്ട്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വേറൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് ഞാൻ നേരത്തെ വേറെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഡോട്ട് ആൻഡ് കീയുടെ മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് ഒരുപാട് ഗ്രീസി ആയിട്ട് ഫീൽ ചെയ്ത് എൻ്റെ ഫേസിൽ ബ്രേക്ക്ഔട്ട്സ് ഒക്കെ വന്നപ്പോൾ ഞാൻ ഈ ന്യൂട്രിഡേമിന്റെ മോയ്സ്ചറൈസർ യൂസ് ചെയ്തപ്പോൾ എൻ്റെ കുറച്ച് ചെറിയ ഇച്ചിങ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ ഇച്ചിങ് ഒക്കെ നന്നായിട്ട് സൂത്ത് ചെയ്ത് നല്ല ഫേസ് ഒക്കെ നല്ല എന്താ പറയുക അടിപൊളിയാക്കിയായിരുന്നു. ഒരു ബേബി ക്രീമിൻ്റെ ഒക്കെ ഒരു ടെക്സ്ചറാണിത്. ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബയോഡെർമയുടെ അത്രയും തിക്കല്ല, ബട്ട് കുറച്ച് ഒരു മീഡിയം തിക്ക് എന്ന് വേണമെങ്കിൽ പറയാം. മീഡിയം തിക്കാണ്. ഇതാണ് എൻ്റെ ടെക്സ്ചർ. ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം ന്യൂട്രിഡേമിൻ്റെ മോയ്സ്ചറൈസർ. നിങ്ങൾ മോയ്സ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യമുണ്ട്, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഒരുപാട് എടുക്കല്, കുറച്ച് ക്വാണ്ടിറ്റി, ഒരു പീ സൈസ് ക്വാണ്ടിറ്റി മാത്രം എടുക്കുക. അല്ലെങ്കിൽ ഒരുപാട് അപ്ലൈ ചെയ്താൽ ഫേസിൽ പിമ്പിൾസും ബ്രേക്ക്ഔട്ട്സും വരത്തേയുള്ളൂ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാണ് ന്യൂട്രിഡേമിൻ്റെ ടെക്സ്ചർ. ഇതാണ് ബയോഡെർമയുടെ ടെക്സ്ചർ. ബയോഡെർമ ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ലൈവായിട്ട് ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. ഇതുവരെ ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഫേസിൽ, കയ്യിലൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം എൻ്റെ ഫേസിൽ ബയോഡെർമ ഒരുപാട് ഗ്രീസി ആയിട്ട് തോന്നുന്നുണ്ട്. ഈ സൈഡിൽ നല്ല ന്യൂട്രിഡേമിന്റെ മോയ്സ്ചറൈസർ നല്ല മാറ്റ് ഒരു ഫിനിഷ് ആയിട്ടാണ് തോന്നുന്നത്. ആക്ച്വലി ഒട്ടും ഗ്രീസി അല്ല, നോൺ ഗ്രീസിയാണ്. ബട്ട് ഇത് ഭയങ്കര ഗ്രീസിയാണ്. അതുകൊണ്ട് കുറച്ച് ഹെവി ആയിട്ട് ഇത് ഫീൽ ചെയ്യും ബയോഡെർമ. ഇനി അടുത്തായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ഡോട്ട് ആൻഡ് കീയുടെ സെറമൈഡ് ആൻഡ് ഹൈറലാണിക് ആസിഡ് ബെറിയർ റിപ്പയർ മോയ്സ്ചറൈസർ ആണ്.
ഇതിനെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഒരുപാട് ഹൈബ്ഡ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഡോട്ട്&കി. ഇത് ആക്ച്വലി എനിക്ക് ഓവർ ഹൈബ്ഡ് ആയിട്ടാണ് തോന്നുന്നത്. ബിക്കോസ് എൻ്റെ ഫേസിൽ ഞാനിത് യൂസ് ചെയ്തിട്ട് എൻ്റെ ഫേസിൽ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരു മാസം യൂസ് ചെയ്തു. ആക്ച്വലി സാധാരണ 1 വീക്ക് ഒക്കെ കഴിയുമ്പോഴാണ് ബാഡ് റിസൾട്ട് ആണെങ്കിൽ ഗുഡ് റിസൾട്ട് ആണെങ്കിലും നമ്മുടെ ഫേസിൽ വരും. എന്ത് സ്കിൻ ബ്രൈറ്റനിങ് ആണെങ്കിലും അത് നമ്മൾ 1 വീക്ക് കഴിയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് റിസൾട്ട് കിട്ടും. ബട്ട് ഇത് ഞാൻ 1 മന്ത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഫേസിൽ ബ്രേക്ക്ഔട്ട്സ് വന്നത്. കുഞ്ഞും ഇപ്പോഴും അതിൻ്റെ ബാക്കി ബ്രേക്ക്ഔട്ട്സ്, കുറച്ച് അംശങ്ങൾ, പിമ്പിൾസിൻ്റെ ആ ബ്രേക്ക്ഔട്ട്സിന് കുറച്ച് അംശങ്ങൾ എൻ്റെ ഫേസിലുണ്ട്. ഇപ്പോഴും നിങ്ങൾക്ക് കാണാമായിരിക്കും. അത് ഫുള്ളൊന്നും മാറിയിട്ടില്ല. ഞാൻ ആക്ച്വലി പിമ്പിൾ ക്രീമൊക്കെ യൂസ് ചെയ്തിട്ടാണ് അത് കുറഞ്ഞത്. എന്നാലും പിന്നെ ഉണ്ട്. ഇവിടെ ചിന്നേരിയയിലാണ് കൂടുതൽ ബ്രേക്ക്ഔട്ട്സ് വന്നത്. പിന്നെ നോസിലും പിന്നെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ വന്നു. ആക്ച്വലി ഇത് ഡ്രൈ സ്കിന്നിന് മാത്രം പറ്റിയതാണ്. എൻ്റെ കോമ്പിനേഷൻ സ്കിൻ ആയിരുന്നു. അതാണ് എനിക്ക് ഒരുപാട് ഗ്രീസി ആയിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ബ്രേക്ക്ഔട്ട്സ് വന്നു. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, ഗ്രീസി ആയിട്ടുള്ള മോയ്സ്ചറൈസേഴ്സ് ഡ്രൈ സ്കിന്നിന് മാത്രം പറ്റിയതാണ്. വേറെ ഒരു സ്കിൻ ടൈപ്പ് അത് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ ഞാൻ കാണിച്ചു തരാം. ഇത് ആക്ച്വലി അത്ര തിക്കല്ല, ഒരു എന്താ പറയുക ലൈറ്റ്. ഈ ബാക്കി 2 മോയ്സ്ചറൈസേഴ്സിനേക്കാളും കുറച്ചുകൂടെ ലൈറ്ററാണ്. ബട്ട് തിക്ക് തന്നെയാണ്. 3 തിക്ക് ക്രീമി ടെക്സ്ചർ തന്നെയാണ്. ബട്ട് ഇതാണ് ആ തിക്നെസ്സിൽ കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ. ബാക്കി 2 ക്രീമി മോയ്സ്ചറൈസേഴ്സിനേക്കാളും ഇച്ചിരി ലൈറ്റർ വേർഷൻ. അപ്പോൾ ഇത് ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ആക്ച്വലി ഈ 2 സൈഡിൽ ബാക്കി മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇതാണ് ബയോഡർമ, ഇതാണ് ന്യൂട്രിഡം. ഇനി ഞാൻ ഡോട്ട്&കി ഇവിടെ ഫോർഹെഡിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. സാധാരണ എല്ലാവരും ഫേസിലാണ്, ചീക്സിലാണ്, 2 കവിളിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ചേഞ്ചിന് വേണ്ടി അപ്ലൈ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് 3ൻ്റെയും ഡിഫറൻസ് നന്നായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഡോട്ട്&കി നല്ല ഗ്രീസിയാണ്. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം എൻ്റെ ഡിഫറൻസ് ഒന്ന് അബ്സോർബ് ആവട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ ഫേസിൽ ഇപ്പോൾ 3 മോയ്സ്ചറൈസേഴ്സും ഒരുമിച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ബയോഡർമ, ഇത് ന്യൂട്രിഡം ആൻഡ് ഇത് ഡോട്ട്&കി. അപ്പോൾ ഈ മൂന്നും അപ്ലൈ ചെയ്തിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇതാണ് എൻ്റെ സ്കിൻ ടൈപ്പിന് പറ്റിയത്. കോമ്പിനേഷൻ സ്കിന്നിന് പറ്റിയ നല്ല എന്താ പറയുക നല്ലോണം ഡ്രൈ ആയി, ഒട്ടും തന്നെ ഗ്രീസി അല്ല ന്യൂട്രിഡമിൻ്റെ മോയ്സ്ചറൈസർ. പിന്നെ ബയോഡർമയുടെ മോയ്സ്ചറൈസർ കുറച്ച് ഗ്രീസിയാണ്. പിന്നെ ഡോട്ട്&കിയുടെ മോയ്സ്ചറൈസർ ആണെങ്കിൽ ഒരുപാട് ഗ്രീസിയാണ്. അതാണ് എനിക്ക് ഫേസിൽ ബ്രേക്ക്ഔട്ട്സ് തന്നെ. ബട്ട് ഈ 3 മോയ്സ്ചറൈസേഴ്സും ഡ്രൈ സ്കിൻ അടിപൊളിയാണ്. 3 മോയ്സ്ചറൈസറും ഡ്രൈ സ്കിൻ വെരി ഡ്രൈ സ്കിന്നിന് ബെസ്റ്റ് ആണ്. ബട്ട് അതിൽ ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, ആദ്യം തന്നെ ബയോഡർമയുടെ മോയ്സ്ചറൈസർ നോക്കുവാണെങ്കിൽ ഇത് നല്ല ഹെവി, ഒരുപാട് ഹെവിയാണ്. തിക്ക് ആൻഡ് ക്രീമി ടെക്സ്ചർ ആണ്. പിന്നെ ഈ പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്ന് നമ്മളെപ്പോഴും തിക്ക് ടെക്സ്ചർ മോയ്സ്ചറൈസേഴ്സ് ആണ്, തിക്ക് ആൻഡ് ക്രീമി ടെക്സ്ചർ മോയ്സ്ചറൈസർ ആണ് യൂസ് ചെയ്യുന്നത്. ബട്ട് അങ്ങനെ ആണെങ്കിലും നമ്മൾ സമ്മർ സീസണിൽ കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യും ബയോഡർമയുടെ മോയ്സ്ചറൈസർ. അതുപോലെ തന്നെ ഈ ന്യൂട്രിഡമിൻ്റെ മോയ്സ്ചറൈസർ നോക്കുവാണെങ്കിൽ ഇത് ഒരുപാട് ഹെവി ആണെങ്കിൽ ബയോഡർമ ഒരുപാട് ഹെവി ആയിട്ട് ഫീൽ ചെയ്യും നമ്മുടെ ഫേസിൽ. ഇത് കുറച്ച് മീഡിയം ഹെവിനെസ് ഫീൽ ചെയ്യും, മീഡിയം തിക്ക് ടെക്സ്ചർ എന്ന് പറയാം. ഇത് പിന്നെ ഡോട്ട്&കിയുടെ മോയ്സ്ചറൈസർ വളരെ എന്താ പറയുക ഏറ്റവും ലൈറ്റസ്റ്റ്. ഈ 2 മോയ്സ്ചറൈസേഴ്സിൽ ഏറ്റവും ലൈറ്റസ്റ്റ് ആണ്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ന്യൂട്രിഡമിൻ്റെ മോയ്സ്ചറൈസർ ആണ്. ബിക്കോസ് പിന്നെ സെക്കൻഡ്ലി ബയോഡർമയാണ്. ബിക്കോസ് ബയോഡർമ എനിക്ക് കുറച്ച് ഹെവി ആയിട്ട് ചിലവർക്ക് ഫീൽ ചെയ്യും, ഡ്രൈ സ്കിൻ ആണെങ്കിലും കുറച്ച് ഹെവി ആയിട്ട് ഫീൽ ചെയ്യും. അതാണ് സെക്കൻഡ് പൊസിഷൻ ഞാൻ കൊടുക്കുന്നത്, സെക്കൻഡ് ബെസ്റ്റ്. പിന്നെ തേർഡ് ബെസ്റ്റ് ഡോട്ട്&കിയുടെ മോയ്സ്ചറൈസർ. ബട്ട് അത് ഒരുപാട് ഗ്രീസിയാവും, ഈ 2 മോയ്സ്ചറൈസറിനേക്കാളും ഒരുപാട് ഗ്രീസി ആയിട്ട് തന്നെ ഞാൻ ഒട്ടും തന്നെ ഡ്രൈ സ്കിന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യത്തില്ല. നിങ്ങൾ എപ്പോഴും ഏത് മോയ്സ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്യാൻ മറക്കില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.